ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നാണ് കരുതിയേക്കുന്നത്. ഇന്ന് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മച്ചി എന്ന് പറയണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മച്ചി ടീച്ചറാണ്. അപ്പോൾ ആളുടെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവൽ നടക്കണേണ്. യൂത്ത് ഫെസ്റ്റിവൽ അല്ല, ആനിവേഴ്സറി ആണോ എന്ന്. അപ്പോൾ അത് നടക്കണേണ്. അപ്പോൾ അവിടെ ഞങ്ങളിപ്പോൾ പോകാൻ നിൽക്കണേണ് റെഡി ആയിട്ട്. ഉമ്മച്ചി സാധാരണ ഒറ്റയ്ക്കാണ് പോകാറ്. അപ്പോൾ ഇന്ന് ലേറ്റ് ആവണതുകൊണ്ട് ഞാനും കൂടെ ഉമ്മച്ചിനെ ആക്കാനായിട്ട് പോകുന്നുണ്ട്. ഞങ്ങളാക്കിയിട്ട് വരും. അപ്പോൾ അവിടുത്തെ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണത്. ഇപ്പോൾ അവിടെ ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് അതിനുള്ളിങ്ങനെ തയ്യാറെടുപ്പിലായിരിക്കും. ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണായിരിക്കും. അതിന് മുമ്പ് ഞാനിവിടെ റെഡി ആയിട്ട് നിൽക്കണുണ്ട് പോകാനായിട്ട്. റെഡി ആയിക്കഴിഞ്ഞാൽ അയാൻ അപ്പം തന്നെ പോകണം. അവിടെ ഉമ്മച്ചി റെഡി ആവുന്നതേ ഉള്ളൂ. അപ്പോൾ എണീച്ച് ഞങ്ങൾ ചായ കുടിക്കണം. അങ്ങനത്തെ കുറച്ച് കുഞ്ഞൊരു വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനിത് കഴിഞ്ഞിട്ട് ആ ക്ലിപ്സ് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളപ്പോൾ ഉമ്മച്ചിനെ ആക്കാൻ പോകാനായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളാണ്. അപ്പോൾ പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ രാവിലെ തന്നെ അയാൻ എണീച്ചിട്ടില്ല. ഉമ്മച്ചി പുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പം മുട്ടക്കറി നമ്മളിന്ന് ഉണ്ടാക്കാൻ വിചാരിച്ചത്. ഇപ്പം മുട്ട കുക്കറിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സവാള കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുട്ടക്കറി നമ്മൾ ഇടുന്നത്. അയാൻ എണീച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ബ്രഷൊക്കെ ചെയ്ത് നമ്മൾ ആദ്യം തേങ്ങ വെള്ളം കുടിക്കൂട്ടാ. ഞാൻ കുറച്ച് കുടിച്ച് പാകിച്ചിട്ടുള്ള പിടിക്കടാ, കുടിച്ചോ. മിക്ക ദിവസം ഞാൻ രാവിലെ തേങ്ങ വെള്ളം കുടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാറ്. സൂപ്പറാണ്. ഞാന് സൂപ്പർ തീർത്ത ഗുഡ് ബോയ്. സെറ്റ് ഞങ്ങൾക്ക് അകത്ത് പുകയില്ലാത്തൊരടുപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ ഈ വർക്ക് ഏരിയയിൽ തന്നെയാണ് എല്ലാം ചെയ്യാറ്. വേറെ വലിയ അടുക്കള എന്ത് ചെയ്തേക്കാണ്, നമ്മളത് ഒരു സ്റ്റോർ റൂം പോലെ കീപ്പ് ചെയ്തേക്കാണ്. അത് ഉപയോഗിക്കാറില്ല. ഉമ്മച്ചിക്ക് കുറച്ച് വൃത്തിയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ എല്ലാം പുറത്ത് വർക്ക് ഏരിയയിൽ തന്നെ ചെയ്യാറ്. അപ്പോൾ ഇത് ഉമ്മച്ചി സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു കുഞ്ഞടുപ്പാണിത്. ഇത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ചോറ് വെക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ കണ്ടിട്ട് ചോറൊക്കെ വെക്കാമല്ലോ നമുക്ക്. അപ്പോൾ ചായ കുടിക്കാനിരുന്ന് നമ്മൾ ചായ കുടിക്കുമ്പോൾ ടേബിളിൽ മുളിക്കരുന്നോളൂ. കഴിക്കുമെന്നല്ല പ്രത്യേകിച്ച്. മിച്ചയുടെ സ്കൂളിലെ ആനിവേഴ്സറിയാണ്. എത്രാമത്തെ ആനിവേഴ്സറിയാണ്? 77. അയാൻ നിക്കറൊക്കെ മാറ്റി പാൻ്റൊക്കെ ഇട്ട് പോകാം. ബൈ പറയ്. ഞങ്ങളപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് കാണിച്ചു തരാം. മന്ദരമ്മയ്ക്ക് ഞങ്ങളെന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉമ്മച്ചി സ്റ്റാഫ് റൂമിലോട്ട് പോയി. ഇതാണ് കേട്ടോ ഗവൺമെൻറ് തത്തപ്പള്ളി ഹൈസ്കൂളാണ് ഉമ്മച്ചിയുടേത്. നല്ലൊരു പണ്ടത്തെ ഒരു ഇതിലൊക്കെ ഉള്ള ഒരു സ്കൂളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ആനിവേഴ്സറിയുടെ മറ്റേ അലങ്കാരങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയാനെ ഇതാരുടെ സ്കൂളാണ്? ഓടിയോ? കുറച്ച് കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ഉമ്മച്ചിയുടെ HM അല്ലേ, സിമി ജസ്റ്റിൻ. ഉമ്മച്ച എപ്പോഴും പറയണേക്കും ഇങ്ങനെ, എപ്പോഴും ടീച്ചറെ കുറിച്ച് പറയും. കണ്ടിട്ടുണ്ട് എന്നെ അപ്പോഴല്ലേ. ഇവിടെ ഉണ്ട് നോക്കി. ഇതെന്താ
ലല്ലയുടെ കൂടെ ആരൊക്കെയുണ്ടെന്ന് നോക്കിയേ. ഇത് ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? ഇത് ഉമ്മച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ടീച്ചേഴ്സും എല്ലാവരും ഇങ്ങനെ കസേരകളും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കുന്നതാണ്. ഞാൻ അങ്ങനെ വരാറില്ല കേട്ടോ. ഇത്രയും കല്യാണം കഴിഞ്ഞിട്ട് ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഈ സ്കൂളിൽ വന്നിട്ടുള്ളൂ. പിന്നെ ഉമ്മച്ചി ഇപ്പോൾ ആനുവൽ ഡേ ആയപ്പോൾ ഉമ്മച്ചി അങ്ങനെ വിളിച്ചപ്പോൾ വന്നതാണ്. എല്ലാവരും നല്ല ഹാപ്പിയാണ് ഇവിടെ. ഇവിടെ കുഞ്ഞുണ്ണി മാഷും കുട്ടികളുടെ ഒരു സ്റ്റാച്യു പോലെ അത് ഇവിടെയുള്ള ഈ സ്കൂളിലുണ്ടായിരുന്നൊരു സാർ എന്നെ പണിതതെന്ന് ഉമ്മച്ചി ഇങ്ങനെ പറയണേക്കാം. ആയാലും ഒന്നെങ്കിൽ സ്കൂൾ കിച്ചൺ അല്ലേ? വരൂലേ? ഇപ്പൊ നമ്മള് കണ്ടത് LP-യുടെ ഏരിയയാണ്. ഇതിലേ പോയി കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പുറത്ത് ഹൈസ്കൂളുണ്ട്. ഇതിൻ്റെ സെയിം സ്കൂൾ തന്നെയാണ്. അതിൻ്റെ ക്യാമ്പസാണ് ഈ കാണുന്നത്. ഓഫീസ് അവിടെയാണ്. അപ്പോൾ ഉമ്മച്ചി ഓഫീസിൽ പോയിട്ട് പോകാൻ എഴുതിയിട്ട് പോകുന്നതാണ്. ഗവൺമെൻറ് ഹൈസ്കൂൾ തത്തപ്പള്ളി. ഇവിടെ കുട്ടികൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പറഞ്ഞ പോലെ പരിപാടി. അത് പയ്യെ കഴിക്ക്. അവളെ കൊണ്ടുവരാറില്ലേ മോളെ? ഓഫീസാണ് കേട്ടോ, ഹൈസ്കൂളിൻ്റെ ഓഫീസ്. അങ്ങനെയൊന്നല്ല, ചെറുത് വളർന്ന് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം സ്കൂളൊക്കെ ഉമ്മച്ചി കാണിച്ചു തന്ന്. അയാൻ സമ്മതിക്കുള്ളൂ. അയാൻ ഇങ്ങനെ പെട്ടെന്ന് കുറേ പേരെ അറിയാത്തവരെ ഇങ്ങനെ ഒപ്പം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അതെ, ഉമ്മച്ചിയും അയാനും നടക്കണ്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ 4 മണിയൊക്കെ ആകും ഈ പ്രോഗ്രാം തുടങ്ങാനായിട്ട്. അപ്പോൾ വരാനായിരുന്നു. ഞാനും അയാനും പയ്യെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിരുന്നു. അയാനാകെ മോശമായിട്ടായിട്ടിരിക്കുന്നതാണ്. അയാനെ എന്നാ കഴിക്കണ? അയാൻ എൻ്റെ അടുത്ത് വീഡിയോ ഫോട്ടോ എടുക്കണ്ടെന്നാണ് പറയണത്. ഫോട്ടോ മിക്കട്ടെ പ്ലീസ്. നല്ല സ്കൂളാണ്, നല്ല രസമുണ്ട്. പണ്ടത്തെ ഓർമ്മകളൊക്കെ
നമുക്ക് ഇങ്ങനെ കിട്ടും. യൂട്യൂബ് ചാനലുണ്ട്. നിങ്ങൾ എത്രയുള്ള സ്റ്റുഡൻസാ? 5th. റംല ടീച്ചർ അറിയോ? ഇഷ്ടമാണോ? അതെ, എന്നെ അറിയോ? കുഞ്ഞാവൻ എങ്ങനെ അറിയാ? ഫർസാന വ്ലോഗ്സ് നോക്കോ? വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും നോക്കണം കേട്ടോ. നിങ്ങളുടെ സ്കൂളിന്റെ വീഡിയോ ഇടാ. നിങ്ങളൊക്കെ യൂട്യൂബിലുണ്ടാവും. യെസ്. നിങ്ങളുടെതൊക്കെ പ്രോഗ്രാം എന്തെങ്കിലും ഉണ്ടോ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ആരാ പഠിപ്പിക്കണേ നിങ്ങള്? പഠിപ്പിക്കണ ടീച്ചർ അല്ലേ? പോക്കട്ടെ, ഞാൻ വൈകുന്നേരം പ്രോഗ്രാം കാണാൻ വരാം. ബൈ. ടാറ്റേനെ. ഫർസാന വ്ലോഗ്സ്. തിരിച്ച് വീട്ടിൽ വന്ന് സമയം 10:30 ആയിട്ടുള്ളൂ. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഞാനും അയാനെന്തേനും ഇങ്ങനെയൊക്കെ ഇരിക്കും. അയാനിപ്പോൾ കണ്ടോ, അയാൻ്റെ ഫേസ് ഹാപ്പിയായി. അയാനിങ്ങനെ കുറേ പേരൊന്ന് പെട്ടെന്ന് കാണുന്നത്, അവനറിയാത്തവരെ കാണുമ്പോഴൊക്കെ അവൻ ഒട്ടും സമ്മതിക്കില്ല, ഭയങ്കര വാശിയായിരിക്കും. അയാന് നമ്മളെങ്ങനെയാണ് വന്നത്? നമ്മളെങ്ങനെയാണ് വന്നത്? എവിടെ പോയിരുന്നു നമ്മള്? ലല്ലാട് സ്കൂളിൽ പോയില്ലേ? പറഞ്ഞേ. ലല്ലാട് സ്കൂളിൽ പോയി. നമ്മൾ ഈ വൈകുന്നേരം പരിപാടി കാണാൻ പോവാ അല്ലേ? വാപ്പി എവിടെ? വാപ്പി എവിടെ പോയി? വില്ലമണ്ടിക്ക് പോയാ? അവിടെ ഇപ്പം അവൻ ഭയങ്കര ഓക്കെയാണ്, സംസാരിക്കുകയൊക്കെ ചെയ്യും. അവനറിയാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അവൻ ഒട്ടും സംസാരിക്കില്ല. ആരാണ്? പിന്നെ ഇനിയിപ്പം ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടായിട്ട് കുറച്ച് ലീലാവിലാസങ്ങളൊക്കെ ഇനി കാണാം. കുറച്ചേരായി ഞാനും അയാനും. ഞാൻ പറഞ്ഞില്ലേ, വേറെ പണികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ എടുത്ത തറവാട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ബോറടിക്കുമ്പോൾ അവിടെയൊക്കെ പോയിരിക്കും. അയാൻ എൻ്റെ ബാക്കിൽ വനാണ്ട്. അവിടെ പച്ചക്കറിയുടെ സമയം കുറേ വൈകിയോണ്ട് ഇവിടെ പച്ചക്കറിയൊക്കെ പോയി. ഇവിടെ രാവിലെ നിറച്ച് വണ്ടികളും കുറേ ആൾക്കാരും പച്ചക്കറി നിറച്ചായിരിക്കും. ഇപ്പം എല്ലാം വണ്ടി കയറ്റിപ്പോയി. പിന്നെ അതേ ഇവിടെ ഈ തറവാടിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൈനാപ്പിളും കപ്പയും ഇടയ്ക്ക് പച്ചക്കറി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സാമ്പാർ കിറ്റൊക്കെ ഇങ്ങനെ വെച്ച് വിൽക്കും. അപ്പോൾ കുറേ പേര് വന്ന് ഇങ്ങനെ വാങ്ങിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ സമയം പോണത് ഒട്ടും അറിയില്ല, നല്ല രസമാണ്. അയാനാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ബോറടിക്കുമ്പോൾ വന്നിരിക്കുന്ന സ്ഥലമാണിത്. നിറച്ച് പച്ചക്കറിയൊക്കെ ഉള്ള ഒരു ദിവസം ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ശരിക്കും അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഞാൻ അയാന് ചോറ് കൊടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. സമയം 12:15 ആയിട്ടുള്ളൂ കേട്ടോ. 12:15 ആയിട്ടുള്ളൂ. ഞങ്ങൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചോറ് തിന്നു. പിന്നെ രാവിലെ തന്നെ ഫുഡ് നാസ്ത കഴിക്കണോണ്ട് വിശക്കുകയും ചെയ്യും. അപ്പോൾ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങും. ഞാനങ്ങനെ എരിവൊന്നും വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് മാക്സിമം എല്ലാത്തിലും എരിവ് കുറച്ചാണ്. ബിസ്മി അയാന് ചോറ് കൊടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ ചോറിനാകുമ്പോഴാണ് ഇവിടെ കറി, ഈ മീൻ കറി, പിന്നെ ചാളമുളക്, പിന്നെ എനിക്കൊരു ഫിഷ് ഫ്രൈ ഉണ്ട്. ഇതാണ് ഇന്നത്തെ എൻ്റെ കറികൾ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് അയാനൊക്കെ കൊടുത്ത് കഴിഞ്ഞു ഫുഡ്. ഞാൻ പയ്യനെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയതേ. ഞാൻ ചോറിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടാൾക്കാണ്. അയാനും ഉറങ്ങി, ഇത് കുഞ്ഞി, ഇത് അപ്പുറത്ത് നമ്മൾ നേരത്തെ പോയ തറവാട്ടിലെ കാക്കയുടെ മോനാണ്. രണ്ടാളും കിടന്ന് നല്ല ഉറക്കം.
അപ്പോൾ ഞാൻ നേരത്തെ ഇപ്പോൾ കാണിച്ച പോലെ തന്നെ രണ്ടാളും ഉറങ്ങിപ്പോയി. സാധാരണ ഈ സമയത്ത് ഉറങ്ങും, ശരിക്കും 1:30 ആയിട്ടുള്ളൂ. ആ സമയത്ത് അവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു, ചോറിറ്റ് ബാക്കി അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ഉറങ്ങി. പിന്നെ ഞാനും ഇപ്പം തന്നെ ഉറങ്ങൂല, ചിലപ്പോഴൊക്കെ ഉറങ്ങുള്ളൂ. എന്നാലും വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അവിടെ കിടക്കും. ചിലപ്പോൾ സിനിമകൾ കാണും, പുതിയ പുതിയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല OTT-ൽ, അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കാണും. പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഉറക്കം വരും. അപ്പം ഞാൻ ഉറങ്ങും. ഇപ്പം കറക്റ്റ് സമയം ഞാൻ 1:30 എന്നാണ് കേട്ടോ പറഞ്ഞത്. 12:54 ആയിട്ടുള്ളൂ. 1:30 പോലും ആയിട്ടില്ല, 1 മണി പോലും ആയിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഒരു 4-4:30 ആവും ഇനി അയാൻ എണീക്കാനായിട്ട്. രാവിലെ ഉറങ്ങില്ലല്ലോ, അവൻ രാവിലെ നേരത്തെ എണീക്കുകയും ചെയ്യും. അതായത് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ ഒരു 7:30 മുമ്പ്, 7:30-8 മണിക്കുള്ളിലായിട്ട് അവൻ എണീക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്താണ് ഇവൻ ഇങ്ങനെ കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളും. അത് കഴിഞ്ഞ് പിന്നെ എണീച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉമ്മച്ചിയുടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ട്, നമ്മൾ നേരത്തെ പോയി കണ്ട് അതിൻ്റെ ബാക്കിയൊക്കെ കാണാൻ പോകും. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ കൂടെയുള്ള ആളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇത് എൻ്റെ നാത്തൂൻ. അങ്ങനെ ഞാനും നാത്തൂനും ചിന്നയും കൂടെ ഒരു ചെറിയ വ്ളോഗ് എടുത്ത് ആ വ്ളോഗ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഹലോ, ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇപ്പോൾ ഇവിടം വരെ ആയി. 5 മണിയായിട്ട സമയം. നമ്മൾ നേരത്തെ ഉറങ്ങി എണീച്ച് അയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേരുടെ ഒപ്പം അമ്മയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. എനിക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് 5 മണി മുതൽ 6 മണി വരെയാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ട്യൂഷൻ എടുക്കുന്നതാണ്. ഞാൻ UAE-ലുള്ള സ്റ്റുഡൻസിന് അറബിക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. ആ കുട്ടി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മണിക്കൂറിൽ ഞാനിങ്ങനെ ട്യൂഷൻ എടുക്കും. പിന്നെ നമുക്ക് ഇവിടുത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ചെയ്യാം. അങ്ങനെയൊക്കെ. അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ റിദാൻ. Are you audible? Yes, ma'am. Okay, how are you, Ridan? Fine, ma'am. Can we start the class? Yes, ma'am. Okay. ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കുട്ടിക്ക് ഡിക്റ്റേഷൻ കൊടുത്തേക്കാണ്ടാണ്. അപ്പോൾ ഇവിടെ അടുക്കളയിൽ ചിന്ന മാഗി ഉണ്ടാക്കുന്നുണ്ട്, അത് കാണിച്ചത്. ഇവിടെ ഇത് എന്തായിരുന്നു, മാഗിയല്ല, ഇത് ഹിപ്പിയാണ് കേട്ടോ. നമ്മളൊന്നും ലുല്ലു പോയപ്പോൾ കാണിച്ചതല്ലേ. ഇതിന് 2 മസാലാസ് ഉണ്ട്. ഇത് അങ്ങനെ കഴിച്ചിട്ടില്ല. ഇവിടെ മാഗി റെഡി ആയിക്കൊണ്ട് ഹെൽത്തി അല്ലാന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഉണ്ടാക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല കുഴഞ്ഞിരിക്കണം അല്ലേ, കുഴഞ്ഞിരിക്കണം. കുറച്ചുകൂടി ടേസ്റ്റി. എല്ലാരും ഒന്ന് ഉണ്ടാക്കി വെക്കും. നമ്മൾ ഈ വേറെ ഇട്ട് വേവിക്കുന്നത് നല്ലതാണ്. അതെ, ഭയങ്കര ഡ്രൈ ആയി പോകും അപ്പൊ ഉണ്ടാക്കുമ്പോ. ഇതാവുമ്പോ കുറച്ചും കൂടി അയാനാണെങ്കിലും തിന്നാൻ കുറച്ചും കൂടി കംഫർട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ. റെസിപ്പി ആണെങ്കിൽ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ മാഗി, ഇത് ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നല്ല രസമാണ് ഇത് കഴിക്കാൻ. അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്നായിരുന്നു ഉമ്മച്ച് വിളിച്ചിട്ട് സ്കൂളിലോട്ട് ചെല്ലാം. അവിടെ മറ്റേ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആയിട്ട് അവിടെ ചെന്നതേ അവിടുത്തെ പരിപാടികളൊക്കെയാണ് ഈ കാണുന്നത്.
അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്ന് വീട്ടിലോട്ട് വന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് മന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഉമ്മച്ചിയും അങ്ങനെ ആരും ഒന്നും ഇല്ലാതിരുന്നുകൊണ്ട് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങി. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ദിവസം. പറഞ്ഞല്ലേ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ പെട്ടെന്നായിരുന്നു ഉമ്മച്ചി അവിടെ നിന്ന് വിളിച്ചിട്ട് സ്കൂളിലോട്ട് പോയത്. അങ്ങനെ സ്കൂളിൽ പോയി കുറേ നേരം അടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞിരുന്ന് നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഫുഡ് പാർസൽ വാങ്ങിച്ച് ഇവിടെ വന്നിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത് കിടക്കാൻ പോകണം, 10 മണിയായി. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതും ബൈ ബൈ.